ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാറാണ്. സോ മക്കളെ, 8 CBSE പുതിയ അക്കാദമിക് ഇയർ, പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ അടിച്ചു പൊളിച്ച് പഠിച്ചു വരികയാണ്. സോ ഇന്ന് ഈ ഒരു യൂട്യൂബ് കോണ്ടന്റ് വീഡിയോയിലൂടെ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ടോപ്പ് 10 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ബയോളജിയിലെ നമ്മുടെ 8 CBSE ബയോളജിയിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ MCQ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4 ഓപ്ഷൻസും ഉണ്ടാവും. ആ 4 ഓപ്ഷൻസ് കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുത്ത് എഴുതുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിക്കൂടെ? ഷാൽ വി സ്റ്റാർട്ട്? യെസ് ഓർ നോ? യെസ്, വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ. നമുക്ക് സെഷൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ 8 CBSE കുട്ടികൾ, 8 CBSEയിലെ നമ്മുടെ മക്കൾ, ഓരോ ചോദ്യങ്ങൾ ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും ഞാൻ കുറച്ച് സമയം തരും. നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തതിൻ്റെ ആൻസർ A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, D ആണെങ്കിൽ D, അങ്ങനെ രേഖപ്പെടുത്തുക. തുടർന്ന് രണ്ടാമത്തെ ചോദ്യം. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഉത്തരം എന്തുമായിക്കോട്ടെ, അത് തെറ്റായാലും പ്രശ്നമില്ല. തെറ്റിൽ നിന്ന് നമ്മൾ പഠിക്കും എന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആൻസറും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു, 10ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര എണ്ണമാണ് നിങ്ങൾ ശരിയാക്കുന്നത് എന്നും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്റർ സാധാരണ ഇതിൽ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു കർഷകനായി നമ്മൾ ചിത്രീകരിക്കണം. നമ്മളൊരു കർഷകനാണ്, നമ്മൾ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പഠിക്കേണ്ട പാഠ വിഷയമാണ് ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഫാർമറിൻ്റെ പെർസ്പെക്റ്റീവിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നെങ്കിൽ അങ്ങനെ പഠിച്ചെങ്കിൽ നിങ്ങൾ സാധാരണ പഠിക്കുന്ന അത്ര എഫേർട്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, തിങ്ക് ദാറ്റ് ഐ ആം എ ഫാർമർ, യു ആർ എ ഫാർമർ. സോ ഞാനൊരു കർഷകനാകുമ്പോൾ എൻ്റെ ലക്ഷ്യം മാക്സിമം ഈൽഡ് ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതിന് മാക്സിമം ഈൽഡ് കിട്ടണം എന്നുള്ളതല്ലേ ഓരോ കർഷകനും ഓരോ ഫാർമറും ചിന്തിക്കുന്ന കാര്യം. അത് തന്നെയല്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഈൽഡ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ടെക്നോളജീസ് നമ്മൾ ഫോളോ ചെയ്യണം, ഏത് തരം വെറൈറ്റി സീഡുകൾ ഉപയോഗിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കർഷകൻ എന്ത് ചെയ്യും, കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് വേണം ചെയ്യാൻ. അപ്പം നമ്മളൊരു കർഷകനായി ചിത്രീകരിച്ചുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി വെരി സൂപ്പർ ഈസി ചാപ്റ്റർ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. So I am requesting everybody of you to think that you are a farmer. See, നമ്മുടെ ഇന്ത്യ ഒരു അഗ്രേറിയൻ എക്കണോമി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പഠിച്ചതുമാണ്. നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചർ ഫോർ ദെയർ ലൈവ്ലിഹുഡ്. കറക്റ്റ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചറാണ്. കേരളത്തിലെ കേസ് മാത്രമാണ് കുറച്ചൊരു വ്യത്യസ്തത. കേരളത്തിൽ ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും കർണാടകത്തിലേക്ക് ഒക്കെ പോകുമ്പോഴും അവർ അഗ്രികൾച്ചറിന് കുറച്ചുകൂടി കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ക്രോപ്പ് ഫീൽഡ് ഉണ്ട് അവർക്ക്. എന്നാൽ കേരളത്തിലുള്ള ആൾക്കാർ എന്താ ചിന്തിക്കുന്നത്, നമുക്ക് കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഫുഡ് റിസോഴ്സ് കിട്ടും. ഈവൻ മന്ത്രിമാർ പോലും അങ്ങനെ പറയുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിലെ ടോപ്പ് 10 MCQ, വളരെ പ്രധാനപ്പെട്ട 10 MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, then we can start the session. The very first question. Which of the following is used to preserve food grains at home? വീടുകളിൽ ഫുഡ് ഗ്രെയിൻ സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾ ഏത് ഇലകളാണ് ഉപയോഗിക്കുക? A. സ്പിനാച്ച് ലീഫ്, B. കറി ലീഫ്, C. നീം ലീഫ്, D. തുളസി ലീഫ്. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചീരയാണ്. കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറിവേപ്പിലയാണ്. നീം ലീഫ് വേപ്പിലയാണ്. ഡി തുളസി എന്ന് പറയുന്നത് തുളസി തന്നെയാണ്. അപ്പോൾ ഇതിലേതാണ് ആൻസർ? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. യെസ്, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഗസ് ചെയ്തത് കറക്റ്റാണ്.
ദ ആൻസർ ഈസ് നീം ലീഫ്. നീം ലീഫാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. മക്കളെ, ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്തോട്ടെ. നീം ലീഫ് ഈസ് ദ ആൻസർ. സി, നീം ലീഫ് ഈസ് ദി ആൻസർ. ഗോട്ട് ഇറ്റ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കൂടി കടക്കാം. നീം ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പില. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഉണക്കാൻ പറ്റും. വേപ്പില നമ്മൾ വെയിലത്ത് വെച്ചാൽ എന്ത് ചെയ്യും? ഉണക്കാൻ പറ്റും. അപ്പോൾ ഉണങ്ങിയ വേപ്പിലയെ നമ്മൾ എന്താ പറയുക? ഡ്രൈഡ് നീം ലീഫ്. എന്താ പറയുക? ഡ്രൈഡ് നീം ലീഫ്. ഡ്രൈഡ് നീം ലീഫ് ആർ യൂസ്ഡ് ടു പ്രിസർവ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് ഹോം. നമ്മുടെ വീടുകളിൽ ധാന്യങ്ങൾ, അരിയും ഗോതമ്പും പയറും അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം വീട്ടിൽ. എന്തിലിട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് ഇട്ടുകൊണ്ട്? ഡ്രൈഡ് നീം ലീഫ്. ശ്രദ്ധിച്ചോ? പ്രൊട്ടക്ട് ദം ഫ്രം പെസ്റ്റ് ആൻഡ് ഫ്രം മൈക്രോ ഓർഗാനിസം. എലികൾ പോലെ, അതുപോലെ തന്നെ പ്രാണികൾ. ഈ ധാന്യങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് കുറേ പ്രാണികളൊക്കെ വരും. അവരൊക്കെയാണ് പെസ്റ്റുകൾ എന്ന് പറയാം. നമ്മുടെ കീടങ്ങൾ. ആ കീടങ്ങളിൽ നിന്നും, പിന്നെ മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂക്ഷ്മജീവികൾ. ഇവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഗ്രെയിനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈഡ് നീം ലീഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്ട് ഓഫ് നീം ലീഫ് ആൻഡ് നീം ഫ്രൂട്ട് റെപ്പൽ മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് മൈറ്റ്സ്, worms, insect, and hence is a convenient resource to protect grain at home. അപ്പോൾ ഈ നീമിൻ്റെ ഇല, ആ പച്ച ഇല നമ്മൾ ഇടിച്ചു പിഴിഞ്ഞതിൻ്റെ നീര്, അതിൻ്റെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കീടങ്ങളെ, വോംസിനെ, അതുപോലെ തന്നെ പ്രാണികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തുരത്തി ഓടിക്കാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നീം. ശരിയാക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? രണ്ടാമത്തെ ചോദ്യം. വീഡ്സ് ആർ കൺട്രോൾഡ് ബൈ കെമിക്കൽസ് കോൾഡ് ഡാഷ്. വീഡ് എന്ന് പറഞ്ഞാൽ കളകളാണ്. മലയാളത്തിൽ നമ്മൾ കളകൾ എന്ന് പറയും. അപ്പോൾ എന്താണ് കളകൾ? അൺവാണ്ടഡ് ഓർ അൺഡിസൈറബിൾ പ്ലാന്റ്സ് ദാറ്റ് ആർ ഗ്രോയിങ് അലോങ് വിത്ത് അവർ ക്രോപ്പ്. നമ്മൾ കർഷകനാ. ഇൻ ദ ബിഗിനിങ് ഐ ടോൾഡ് യു, വി ഓൾ ആർ ഫാർമേഴ്സ്. സോ വി യൂസ് ടു പ്ലാന്റ് സം ക്രോപ്പ്. So there are some other plants growing along with our crop, competing with the sunlight, competing with our crop for sunlight, for water, for food material. So whatever we are putting to our crop, we may be using manure, we may be using fertilizer for the growth and development of crop. Those nutrients will be used by these undesirable plants also. So that undesirable plants are called as weeds. എന്താ വീട്? കളകൾ. എന്താ? നമ്മുടെ ചെടികൾ, നമ്മുടെ ക്രോപ്പ്, നമ്മുടെ വിളയുടെ കൂടെ വളരുന്ന നമുക്ക് ആവശ്യമില്ലാത്ത കാടുകൾ, അല്ലെങ്കിൽ നമുക്കറിയാം അൺഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ എന്താ പറയുക? വീട്. വീടുകളെ നശിപ്പിക്കാൻ ഇത് എളുപ്പത്തിൽ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. എഴുതിയിട്ടുണ്ട്. ഏതാണ് ആൻസർ വരിക? യെസ്, വീഡിസൈഡ്. സൈഡ് എന്ന് പറഞ്ഞാൽ കൊല്ലുക. അപ്പോൾ വീടുകളെ കൊല്ലുക, വീഡിസൈഡ്. പെസ്റ്റിനെ കൊല്ലുന്നത് പെസ്റ്റിസൈഡ്. ഫംഗസുകളെ കൊല്ലാൻ ഫംജിസൈഡ്. ഇൻസെക്റ്റുകളെ കൊല്ലാൻ ഇൻസെക്ടിസൈഡ്. വെരി ഈസി. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആൻസർ ഈസ് വീഡിസൈഡ്. Weeds are controlled using chemicals. So give an example of weedicide. The best example is 2,4-D, 2,4-dichlorophenolic acid. So common example, the general weedicide that we are using is 2,4-D. What is 2,4-D? 2,4-dichlorophenolic acid. And what is the peculiarity of this weedicide? These are chemicals. I told you these are chemical. അപ്പോൾ ഈ കെമിക്കൽ നമ്മൾ ഈ നമ്മുടെ ഫീൽഡിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട് മാത്രമാണോ നശിച്ചു പോകുന്നത്? നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും പറ്റുമോ? നമ്മുടെ ക്രോപ്പിന് എന്തെങ്കിലും പറ്റുമോ? പറ്റില്ല. അതാണ് ഇതിന്റെ പെക്യുലാരിറ്റി. Weedicide affect only the weeds. See, weedicide affect only the weeds, but no effect on the crop. ക്രോപ്പിന് ഒരു എഫക്റ്റും വരില്ല, ക്രോപ്പിന് ഒരു പ്രശ്നവും വരില്ല. ആർക്ക് മാത്രമാണ് പ്രശ്നം? വീഡ്സിന് മാത്രമേ പ്രശ്നം വരൂ. See, these weedicides are diluted with water and sprayed on the field with sprayer. Using the sprayer, we used to spray.
And what is the peculiarity of weedicide? This is affecting only the weeds but have no effect on the crop. Got it? Moving on to the next question, the third question. Organic waste can be decomposed to form dash. Organic waste നമുക്കറിയാം എന്തായി മാറും? Which can sustainably enhance nutrient content of the soil. It is definitely compost. Compost ആണ്. Okay. Compost. Organic waste മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? Compost ചെയ്യാൻ പറ്റുള്ളൂ. Process is called composting. Okay. Process is called composting. If we are putting red worm into the process to hasten the process, then it will be called as vermicomposting. So here the answer is composting. Okay. Compost. Organic waste is only used here. Okay. Dead remain of plant, animal, okay, vegetable peel. These all things we can use, okay, for the manufacturing of compost. So this is the answer, compost. Option A is the answer. And what is composting? Composting is the process in which organic waste, that is very important, it is applicable to only organic waste, not inorganic. You cannot compost plastic. Okay, plastic is inorganic. You cannot do that. You can take cow dung. You can take vegetable peel. You can take animal waste. You can take human waste. These are all okay because these are organic. Definitely, very important point. Composting is applicable to organic waste only. Organic waste are decomposed naturally to form a nutrient-rich compost. It is a natural and environment-friendly process. See, composting is not going to do any harm to the environment. That means it's environment friendly process only, which forms a key feature in organic farming. Organic substance, like which all substance we can use for composting? See, organic substance, we can use what? Organic substance like animal feces, animal in the waste, excreta, then leaves, grass clippings, vegetables, eggshell, etc. can also be used on farm. So composting, അങ്ങനെ കമ്പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാനുവർ കിട്ടും. മാനുവർ, ജൈവവളം, മാനുവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Yes, fourth question. Select the method of irrigation which can be employed on uneven land. Uneven land means land with irregularities. So the main problem in such case will be waterlogging. If rainfall is there, or if you are using any kind of like നമ്മൾ വെള്ളം കൂടുതലായി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ what will happen? Uneven ആണ്. So water will be ഇപ്പം uneven ആയിട്ടുള്ളൊരു സർഫസ് വരച്ചു കഴിഞ്ഞാൽ, see this is uneven surface. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? നല്ലോണം ഒഴിച്ചു കൊടുത്താൽ അവിടെ വാട്ടർ ലോഗിങ് പ്രോബ്ലം ഉണ്ടാവും. ഡിപ്രഷനിൽ വെള്ളം കെട്ടി നിൽക്കും. സോ വാട്ടർ ലോഗിങ് പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, ചില ആളുകൾക്ക് ചില ക്രോപ്പിന് വെള്ളം നല്ലോണം കിട്ടും, ചില ക്രോപ്പിന് വെള്ളം നല്ലോണം കിട്ടത്തില്ല. സോ അങ്ങനെ വരുമ്പോൾ വിച്ച് ഇറിഗേഷൻ മെത്തേഡ്, എന്താണ് ഇറിഗേഷൻ? ഇറിഗേഷൻ is the process of supply of water to the crop. Okay, that is irrigation. So moat, sprinkler, chain pump, drip irrigation. ഇതിൽ മോട്ടും ചെയിൻ പമ്പും ഒക്കെ എന്താ നമ്മുടെ ട്രഡീഷണലി നമ്മൾ പറയുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ആൻസർ ഏതാ? ഇതിൽ നമുക്ക് രണ്ട് ആൻസർ നമുക്ക് പെടുത്താം. സ്പ്രിങ്ക്ലർ ഇറിഗേഷനും ഡ്രിപ്പ് ഇറിഗേഷനുമാണ്. Sprinkler and drip. 2 and 4. Option A is the correct answer. 2 and 4. That is 2 is sprinkler and 4 is drip irrigation. ഇത്രയേ ഉള്ളൂ. നിസാരം. എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ see here traditional methods of irrigation such as moat and chain pump. These I told, these are traditional, useful only in plain area. Okay, where terrain aids the flow of water. Plain area terrains ഇറക്കം എന്ത് ചെയ്യും? വെള്ളത്തെ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് എയ്ഡ് ചെയ്യും. Okay, however both sprinkler and drip irrigation are very efficient even on uneven land. സ്പ്രിങ്ക്ലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെള്ളം നിങ്ങൾ തെറിപ്പിച്ചുകൊണ്ടിരിക്കും, കറങ്ങും. ഒരു റൊട്ടേറ്റിംഗ് നോസിലുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് നോസിൽ. ആ നോസിൽ റൊട്ടേറ്റ് ചെയ്യും, നോസിലൂടെ വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടും, അതിന് കറങ്ങും, എന്ത് ചെയ്യും? ഈ വെള്ളം എല്ലാ ഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സെറ്റപ്പ് ഉണ്ടാവും, അതിൽ ഉറ്റിയാണ് വീഴുക. ഓക്കെ, വലിയ പൈപ്പ് ലൈൻ ഉണ്ടാവും, ട്രിബ്യൂട്ടറിയും കാര്യങ്ങൾ അവിടെയുണ്ട് പൈപ്പിൽ. എന്നിട്ട് വെള്ളം ഇറ്റിറ്റായിട്ട് വീഴുന്നതാണ് എന്ത്? ഡ്രിപ്പ് ഇറിഗേഷൻ. ഇത്രേ ഉള്ളൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ റാബി ക്രോപ്പ്? റാബി എന്ന് പറഞ്ഞാൽ വിന്റർ ക്രോപ്പ്, തണുപ്പ് വേണം. റൈസ് അല്ല, റൈസ് ഈസ് ഖരീഫാണ്. അതിൽ ബി ഈസ് എ കറക്റ്റ് ആൻസർ. മസ്റ്റാർഡ് ഈസ് കറക്റ്റ് ആൻസർ. മസ്റ്റാർഡ് ഈസ് റാബി, നോട്ട് ഖരീഫ്. ബാക്കിയുള്ള നമുക്ക് ഖരീഫ് പറയാം. ഇത് റാബിയാണ് വിന്റർ ക്രോപ്പ്.
ഖാരിഫ് നമുക്കറിയാം റെയിനി സീസൺ, മൺസൂൺ ക്രോപ്പ് ആണ്. അപ്പോൾ നോക്കിക്കോളൂ, മസ്റ്റാർഡ് ഈസ് ദ ആൻസർ. ക്രോപ്പ് വിച്ച് ആർ ഗ്രോൺ ഡ്യൂറിങ് റെയിനി സീസൺ, ഖാരിഫ് ആണ്. Paddy, that is our rice, millet, cotton are example of kharif crop. On other hand, crop grown during winter is called rabi, which include wheat, gram, mustard. Wheat, gram, mustard, everything is rabi only. So correct answer is B, mustard, which is a rabi. Then another category of crop is also there, that is zaid crop. Summer crop ആണ് zaid എന്ന് പറയുന്നത്. Which of the following should be used by the farmer with a large farm to harvest his crop quickly and efficiently? See the words. Initially, large farm area. Then to do his work quickly. Then efficiently. He can use what? He can use combine, where the harvesting and threshing process both happen simultaneously. That is the importance. എന്താണ്, നമ്മുടെ ഹാർവെസ്റ്റിങ്ങും നടക്കും, ത്രഷിങ്ങും നടക്കും. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, കോമ്പൈൻ എന്ന് പറയുന്ന മെഷീൻ. സോ ആൻസർ ഈസ് കോമ്പൈൻ. കട്ടിംഗ് ഓഫ് ദ ക്രോപ്പ് ക്ലോസ് ടു ദ ഗ്രൗണ്ട്, അത് ഹാർവെസ്റ്റിംഗ് ആണ്. ഫാമേഴ്സ് വിത്ത് സ്മോൾ ഫാം ദേ വിൽ ഡു വിത്ത് സിക്കിൾ. അവർ കൊയ്യുന്നത് ചെറിയ ഫാം ലാൻഡ് ആണെങ്കിൽ സിക്കിൾ എടുക്കുക, അരിവാളെടുത്ത് കൊയ്താൽ മതി. ബട്ട് ലാർജ് ഫാം ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ചെറിയ ഫാമുള്ള ആളുകളാണെങ്കിൽ, ഫാമേഴ്സ് ആണെങ്കിൽ അവർ അരിവാൾ കൊണ്ട് എന്ത് ചെയ്യും, അരിവാൾ കൊണ്ട് ആദ്യം എന്ത് ചെയ്യും, ഹാർവെസ്റ്റിംഗ് നടത്തും. ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഗ്രെയിൻസിന് സെപ്പറേറ്റ് ചെയ്യണം. അതിന് ത്രഷിങ് എന്ന് പറയും അല്ലേ. ഈ വൈക്കോൽ നമ്മൾ അടിച്ചെന്ത് ചെയ്യും, അതിലെ ഗ്രെയിനിനെ സെപ്പറേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ത്രഷിങ്. അപ്പോൾ ത്രഷിങ് കഴിഞ്ഞാൽ ഈ ഗ്രെയിനിന് എന്ത് ചെയ്തു, നമ്മുടെ വൈക്കോൽ സ്ട്രോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. അതിന് ശേഷം വിനോവിങ് ചെയ്യണം. വിനോവിങ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകണം, നമ്മുടെ ഗ്രെയിൻസ് മാത്രം കളയാം, അതിൻ്റെ കുറേ പൊടിയെല്ലാം അതെല്ലാം പോകണം. മാനുവലി നമ്മളിങ്ങനെ വിനോവിങ് ചെയ്യും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. Whereas farmers with huge farm cannot deploy manual labor for harvesting, threshing, as it is more time consuming. See, വലിയ ഫാം ലാൻഡിൽ ഇതൊക്കെ സംഭവിക്കുമോ? വലിയ ഫാം ലാൻഡിൽ, ഇത്ര ഏക്കർ കണക്കിന് ഫാം ലാൻഡിൽ അരിവാളും കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഭാഗത്ത് തുടങ്ങിയാൽ അടുത്ത സീസൺ ആയിട്ടുണ്ടാവും ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ. അങ്ങനെയുള്ള കേസിൽ ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ഡൂയിങ്, ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ഫോർ ദം ടു യൂസ് മെഷീൻസ്. Always you remember, you should understand, machine make our work easier. That is what is called machine, right? So here, to make our work easier, for more efficiency, we will be using certain kind of machines such as combine. ഇവിടെ ഉപയോഗിക്കുന്ന ഡിവൈസ്, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്, കോമ്പൈൻ. എ കമ്പൈൻ എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് പെർഫോമിംഗ് ദ ബോത്ത് ആക്ഷൻ ആസ് ഹാർവെസ്റ്റർ. ഹാർവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന മെഷീൻ്റെയും ത്രഷേഴ്സിന്റെ മെഷീൻ, ആ ഒരു രണ്ട് മെഷീൻ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്നതാണ് കമ്പൈൻ, വേർ ഹാർവെസ്റ്റിങ്ങും ത്രഷിങ്ങും നടക്കും. ദിസ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് മാനുവൽ ലേബർ. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. സി, മാനുവൽ ലേബറും ടൈമും സേവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് മെഷീൻസ്. Moving on to 7th question, consider the following statement about weeding. Identify the incorrect one. Weeding is nothing but removal of weeds. And weeds are unwanted or undesirable plants that are growing along with our crop. These things we know. First point, weeding is best done during tilling itself. Tilling in the സമയത്ത് weeding നടക്കും. That is correct only. Tilling എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉഴുതു മറിക്കുന്നതിനാണ് ടില്ലിംഗ് എന്ന് പറയാം. ടില്ല് ചെയ്യുന്ന സമയത്ത് വീഡ്സ് പോകുന്നുണ്ട്. Weeding is the process of growing weed. That is exactly opposite. That is the wrong process of destroying weeds. That is weeding. Weeding is the process of removal of weed. That is correct. Weeding is usually done manually or by using weedicide. That is also correct. So manually using kurpi, you might have learned. Using kurpi they will be doing. Using weedicide 2,4-D is an example I told you before. So correct answer is option B. We are asked, listen question carefully, we are asked incorrect one, and here is the incorrect. That is, weeding is a process of growing weed. That is incorrect. But that is the answer. B is the answer. So weeding is the process of removal of unwanted plants in agricultural land. It is a process best done before planting and during tilling, so that weeds do not mature and do not interfere the harvesting process. Tilling ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നടക്കുന്നുണ്ട്. Weeding can be done manually by using kurpi or chemically using weedicide. 8th question, what are the important steps in the preparation of soil? Loosening and sowing. That is the correct answer. Loosening and sowing. Sorry. Land preparation. Sowing is the next step. First preparation of land is the first step. Then sowing of the seed. Second step is the sowing of seed.
First is preparation of soil where we will be turning and sowing. That is the correct. Sorry, the turning and loosening, not sowing. Sowing is the second step. Turning and loosening. Okay, turning and loosening is the correct step. This is the correct option. D is the correct. Turning and loosening. Turning and loosening ശരിയാക്കുന്നുണ്ടല്ലോ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. Turning and loosening are important step in the preparation of soil because they help in the penetration of the root deep into the soil. അവർ നല്ലോണം നല്ല രീതിയിൽ തന്നെ ഇത് ഉഴുതുമറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയറേഷൻ കൂടുതലായിട്ടുണ്ടാവും. കൂടുതൽ മൈക്രോബുകൾ വളരും ഈ മണ്ണിനകത്ത്. റൂട്ട്സിന് പെട്ടെന്ന് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. റൂട്ട്സിന് ഈസിയായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇഫ് യു വേർ എ ഫാർമർ, ഇത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ ഫാർമറായിട്ട് ചിന്തിക്കണം. You are a farmer. If you were a farmer, which of the following methods would you use to separate good quality and viable grain from the heap of grain after harvest? After harvest, harvesting കഴിഞ്ഞിട്ട് ഒരു സീഡ്, നല്ല ക്വാളിറ്റി സീഡിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചെക്കിംഗ് ദ വെയിറ്റ് ഓഫ് ദ ഗ്രെയിൻ, ചെക്കിംഗ് ഗ്രെയിൻസ് അണ്ടർ സൺലൈറ്റ് ഫോർ പോർസ്, ഇമേഴ്സിംഗ് ദ ഗ്രെയിൻ ഇൻ വാട്ടർ, sowing seed and waiting for germination. The correct answer is immersing the grain in water. So what is the procedure? Very simple procedure. ആദ്യം ഒരു പാത്രം എടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പം ഡ്രോ ചെയ്യാം. അതൊരു പാത്രം എടുത്തു, അതിലേക്ക് വെള്ളം നിറച്ച് വെക്കാം. വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ സീഡുകളെ പ്ലേസ് ചെയ്യുക. ഒരുപാട് സീഡുകൾ നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സീഡാണെങ്കിൽ എന്ത് ചെയ്യും? താഴെ സെറ്റിലാവും. ഹെവി ആയിരിക്കും, താഴെ സെറ്റിലാവും. ഇനി ഹെൽത്തി അല്ലെങ്കിൽ, വയബിൾ ആണെങ്കിൽ, ഗുഡ് ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എയർ സ്പേസസ് കൂടുതലായിട്ടുണ്ടാവും, പോർസ് ആയിരിക്കും. അപ്പോൾ അതിന് കനം കുറവായിരിക്കും. അൺഹെൽത്തി ആയിട്ടുള്ളത് മുകളിൽ ഫ്ലോട്ട് ചെയ്യും. മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നതിന് റിമൂവ് ചെയ്താൽ മതി. താഴെയുള്ളത് എന്തായിരിക്കും? ക്വാളിറ്റി സീഡായിരിക്കും. ക്വാളിറ്റി ഉള്ള സാധനം താഴെ നിൽക്കും, അതാണ് എൻ്റെ അർത്ഥം. So the answer is immersing the grain in water. The most appropriate and simple method for separating good quality grain from the damaged one is by immersing all the grain in water. Doing this will cause damage of bad grain to float up. Always remember the damaged seed will be floating. The mold nikkum because they are hollow. Hollow means space is inside. Air, it will be filled with air definitely. So it will be floating. It will not sink. It will be floating. There is a density difference. The viable or good seed. Look, a viable seed, good quality seed, viable, which will be like used for later. On other hand, will sink. It will be sinking and settling at the bottom. So this is the procedure. The final question. I hope everybody is answering. What are the advantages of preparing the soil? We'll be using plow, or we will be using other kind of tilling devices, cultivator for plowing. For preparing the soil. So what are the advantages? Make the decomposition by microbes easier. Make the topsoil nutrient rich. Allow root to penetrate the soil easier. Actually, these 3 points are correct only. So the correct answer is all of these. All of these is the correct answer. Turning and loosening soils are 2 most important steps in soil preparation. The process of turning bring a deep layer of soil that is rich in nutrient to the topmost layer. Topilekku nutrient rich ആക്കാൻ പറ്റും. Loosening of soil allow root to penetrate the soil easily so that it help in the growth of earthworm and microbes that in turn help in the formation of humus, the organic material in the soil. More humus means more fertile. So this is the answer. And നമ്മൾ 10 MCQ നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നും കൂടി പറയുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.